നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പ്രവാസി വോട്ടുകൾ ഗണ്യമായി കുറയും. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ നിന്നുള്ള പകുതി പ്രവാസികൾ പോലും വോട്ട് ചെയ്യാൻ മണ്ഡലങ്ങളിലേക്ക് എത്തില്ല എന്നാണ് വിവരം. ഭീമമായ തുക നൽകാൻ കഴിയാത്തതിനാൽ ചാർട്ടേഡ് വിമാനം വേണ്ടെന്നാണ് പ്രവാസി സംഘടനകളുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുബായിൽ നിന്നും പ്രവാസികളെ വോട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നതിന്റെ കാഴ്ചയാണ് ഇത്. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാഴ്ചയുണ്ടാകില്ല. ഭീമമായ തുക നൽകേണ്ടതിനാൽ വോട്ട് വിമാനം വേണ്ടെന്നാണ് KMCC-യും ഇൻകാസും അടക്കമുള്ള വിവിധ പ്രവാസി സംഘടനകളുടെ തീരുമാനം. 40,000 മുതൽ 60,000 രൂപ വരെയാണ് ഒരു ഭാഗത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക്. 160 പേർക്കുള്ള ബജറ്റ് എയർലൈൻ ചാർട്ട് ചെയ്യണമെങ്കിൽ 80 ലക്ഷത്തോളം രൂപ വേണം. ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷനുകൾ ബൈ ഇലക്ഷനിലൊക്കെ സാമ്പത്തിക ശേഷിയില്ലാത്ത നിയോജക മണ്ഡലത്തിലെ ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടുന്ന് ഫ്രീ ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ല. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ വിമാനത്താവളങ്ങൾ ഭാഗികമായാണ് പ്രവർത്തിക്കുന്നത്. ദുബായ്, ഷാർജ, അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്ന് പകുതിയോളം വിമാനങ്ങൾ മാത്രമാണുള്ളത്. സൗദി അറേബ്യ, ഒമാൻ വിമാനത്താവളങ്ങളുടെയും അവസ്ഥ വ്യത്യസ്തമല്ല. മാത്രമല്ല, പല വിമാനത്താവളങ്ങളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ തുടങ്ങിയവ സർവീസ് നടത്തുന്നുമില്ല. ഭീമമായ പ്രൈസാണ്. അപ്പോൾ ആ പ്രൈസ് കൊടുത്ത് സാധാരണക്കാർ അവരാണ് നമ്മൾ വോട്ടേഴ്സ്. ഈ സാധാരണക്കാർ എങ്ങനെ പോവുക? അതുകൊണ്ട് ഇപ്രാവശ്യം KMCC-യുടെ ചാർട്ടർ ഫ്ലൈറ്റ് UAE-യിൽ നിന്നില്ല. സംസ്ഥാനത്ത് ആകെ 2,23,558 പ്രവാസി വോട്ടുകളാണുള്ളത്. 1000-ലധികം പ്രവാസി വോട്ടുള്ള 47 മണ്ഡലങ്ങളുണ്ട്. മഞ്ചേശ്വരം മുതൽ തിരുവമ്പാടി വരെയുള്ള 32 മണ്ഡലങ്ങളിൽ 27 1000-ലധികം പ്രവാസി വോട്ടുണ്ട്. കുറ്റ്യാടിയിലാണ് ഏറ്റവും അധികം പ്രവാസി വോട്ടുള്ളത്, 16,002. നാദാപുരത്ത് 12,424 പ്രവാസി വോട്ടർമാരുണ്ട്. തിരൂരിൽ 8,061, കല്യാശ്ശേരി 8,097, കൂത്തുപറമ്പ് 6,839 എന്നിങ്ങനെയാണ് കണക്ക്. വോട്ട് ചെയ്യാൻ പ്രവാസികളെത്തിയില്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും ജനവിധി മാറിമറിയുമെന്ന് ഉറപ്പ്. സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.